വലിയ സങ്കടം തോന്നുന്നുണ്ട് കാണുമ്പോൾ. 3 വർഷമായി ഈ സർവീസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KSRTC ബസ് ഒരുപാടുണ്ടെങ്കിലും തിരൂരിൽ നിന്ന് പോകുന്ന ഒരേ ഒരു ബസ് ഇത് മാത്രമാണ്. സമതൊക്കെ പറഞ്ഞത് ഇങ്ങനെ കമേഴ്സിലെ സൗകര്യം ഒരുക്കാൻ നിങ്ങൾ വന്നോളി. താൽക്കാലികമായിട്ടാണ് നഗരസഭയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരെ കൈവിടാൻ ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പം നമ്മളെ കൂടെ പിറപ്പുകളായി വരും, കുറേ ദിവസമായില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധി, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ തൽക്കാലം വേറെ ഒരാടെ പോയി. അങ്ങനെ ഒരു ദിവസം വേറെ റൂമിൽ ആക്കൊക്കെ ഉണ്ടായി. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കും പാലക്കാട്ടേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എപ്പോഴും തുണയാകുന്നത് തിരൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു KSRTC സർവീസാണ്. ഏകദേശം 30 വർഷത്തോളം പഴക്കം ഈ സർവീസിനുണ്ട്. പക്ഷേ ഈ സർവീസിനായി എത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായി പോകുന്ന ഈ KSRTC തൊഴിലാളികൾ 2 പേരുണ്ട്, ഒരു ബസ് ഡ്രൈവറും കണ്ടക്ടറും. പക്ഷേ അവർക്ക് ഈ സർവീസ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ വിശ്രമിക്കാനും മറ്റ് ബാത്റൂം സൗകര്യങ്ങൾ ഒക്കെ തന്നെ പോകാനും ഒരു സൗകര്യവും നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പലപ്പോഴും അവർ ഈ പല ഭാഗങ്ങളിലായി വന്ന് കിടന്നുറങ്ങേണ്ടൊക്കെ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും വിഷമകരമായി നമുക്ക് പറയേണ്ടതാണ്. അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ താൽക്കാലിക സംവിധാനത്തിലാണ് അവർ വന്ന് കിടന്നുറങ്ങാറൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് കാണാം ഈ നിലവിൽ അവരുടെ സാഹചര്യം എത്രയോ വിഷമകരമാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ സങ്കടം തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഈ സർവീസ് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടാനും പ്രയാസമാണ്. എങ്ങനെ തോന്നുന്നു വെച്ചാൽ ഞാനിപ്പോൾ 3 വർഷമായി ഈ സർവീസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അതിൻ്റെ മുന്നുള്ള ആൾക്കാർ ഞങ്ങളെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് ഷെഡ്യൂൾ മാറലും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് കിടന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് അവർ നല്ല സഹകരണമായിരുന്നു, യാതൊരു പ്രശ്നവുമില്ല. സാർമാരായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരും, എല്ലാം ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ CIമാർ മാറുമ്പോഴും ഇങ്ങനെ ഓരോ ഇത് പറയും, ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ കിടക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും മനുഷ്യാവസ്ഥയാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിസ്ക്കാണ്, ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങളെ ഏറ്റെടുക്കണം അപ്പോൾ നിങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലെറ്ററൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് ATO സൈൻ ചെയ്തിട്ട് ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്ന ലെറ്റർ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സാറുമാർക്ക് അത് പ്രശ്നമില്ല. പിന്നെ പുതിയൊരു സാറ് വന്ന് പറഞ്ഞു ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ പല ആൾക്കാർക്ക് കണ്ടും നേതാക്കന്മാരെ കൊണ്ടപ്പോൾ പറയിച്ചു. അപ്പോൾ സാറ് പറയുന്നത് അങ്ങനെ ഒരു ഇതില്ല ഇവിടെ, അങ്ങനെ ആൾക്കാരിനെ താമസിപ്പിക്കണമെന്നൊരു ഞങ്ങൾക്കൊരു നിയമമില്ല, ഉത്തരവാദിത്തം റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ടാണ്, അല്ല ഇപ്പോൾ വിരോധം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ സാറുമാരുടെ സംസാരിച്ചപ്പോൾ അവർ പല വഴി നോക്കി ഇവിടെ നഗരസഭയ്ക്ക് ലെറ്റർ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ യാത്രക്കാരുണ്ട് കുറേ ആൾക്കാർ ഇവിടെ. അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട്, അവൻ കോയമ്പത്തൂർക്ക് യാത്ര, ട്രീറ്റ്മെൻറ്റിൻ്റെ യാത്ര. അപ്പോൾ ഞങ്ങൾ മൂപ്പര് പാസഞ്ചേഴ്സിൻ്റെ എന്തോ അസോസിയേഷൻ്റെ ആളൊക്കെയാണ്, അപ്പോൾ ആൾ കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ അപ്പോൾ അവിടെ ഓഫീസിൽ ഡ്യൂട്ടിക്ക് ഞങ്ങൾ 2 പേരും ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞു സൗകര്യമില്ലാതെ പോകാൻ പറ്റില്ല സാറേ, ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് മെയിനായിട്ട് ടോയ്ലറ്റിൽ പോകണതും കിടക്കണതൊക്കെയാണ്, രാവിലെ ടോയ്ലറ്റിൽ പോകാതെ വരെ, പിന്നെ കോയമ്പത്തൂർ വരെ ടൈമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് അബ്ദുറഹ്മാൻഖാനെ വിളിച്ചപ്പോഴാണ് മൂപ്പര് സലാമൊക്കെ നിങ്ങളുടെ പേര് സമതൊക്കെ പറഞ്ഞത് ഇങ്ങനെ കമേഴ്സിലെ സൗകര്യം ഒരുക്കുക, നിങ്ങൾ വന്നോളി. താൽക്കാലികമായിട്ടാണ് നഗരസഭയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് അത് മുടങ്ങിപ്പോയത്. വീണ്ടും അവർ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നതാണ് പ്രതീക്ഷ. ഇതിപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധി, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ തൽക്കാലം വേറെ ഒരാടെ പോയി. അങ്ങനെ ഒരു ദിവസം വേറെ റൂമിൽ ആക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ വേറെ മൂപ്പരിപ്പോൾ 6 മാസമായിട്ടുള്ളൂ ഈ കണ്ടക്ടർ. വേറെ കണ്ടക്ടർ എൻ്റെ കൂടെ 3 വർഷമായിട്ട്. ഇതിൻ്റെ മുന്നിലുള്ള ആൾക്കാർക്ക് വരും, ചിലവർ ബസ്സിൽ കിടക്കും, ചിലവർ അവിടെ പോയി കിടക്കും. പിന്നെ ബാത്റൂമൊക്കെ സ്റ്റേഷനിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ഇങ്ങനെ നിലവിലിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു കാരുണ്യത്തിലാണ്. ഇവർ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ വേറെ സ്ഥലം. അപ്പോൾ ശാശ്വതമായിട്ടൊരു പരിഹാരം നഗരസഭ കണ്ടു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സൗകര്യമില്ല. ഇപ്പോൾ താൽക്കാലിക സൗകര്യം ചെയ്തു കൊടുത്തത് ഇവരാണ്. അവർക്ക് താൽക്കാലികമായിട്ടൊരു സൗകര്യം ലഭിച്ചു, പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു സൗകര്യം വേണം. നവംബർ 5-നാണ് ഈ ഒരു ഇഷ്യൂ പാസഞ്ചേഴ്സ് നമ്മളെ അറിയിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ തിരൂരത്തെ ആളുകൾ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം, KSRTC ബസ് നഷ്ടപ്പെടുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള വേറൊരാൾ മുഖേന, നമ്മുടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ മുഖേനയാണ് ഈ വിവരം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ തന്നെ അത് നമ്മൾ പാലക്കാട് ഡിപ്പോയുമായി ബന്ധപ്പെട്ടപ്പോൾ
അവരവിടുന്ന് നമ്മൾ ഈ താമസ സൗകര്യം ഒരുക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ന് 5-ാം തീയതി ആ ട്രിപ്പ് ഇവിടെ കട്ടാവും. ഒരു റൂട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നഷ്ടപ്പെടാൻ വളരെ മിനിറ്റ് മതി. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പല വേറെ ദീർഘദൂര ബസ്സുകളൊക്കെ നമ്മൾ പിന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടിയ സാധനം കളഞ്ഞു പോകുമെന്നുള്ളത് ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അന്ന് നഗരസഭയിൽ തന്നെ MLA അതുപോലെ അന്നത്തെ ചെയർപേഴ്സൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 5-ാം തീയതി 7-ാം തീയതി അവർ അതിനുള്ള സൗകര്യം വണ്ടിപ്പേട്ടയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാമെന്ന് അന്നത്തെ ചെയർപേഴ്സൺ ഉറപ്പും തന്നു. അതുപോലെ നമ്മളെ MLA ബഹുമാനപ്പെട്ട MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാറ് അതിനുള്ള ഉറപ്പൊക്കെ തന്നു. അപ്പോഴാണ് 7-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. എന്തായിരുന്നാലും തൽക്കാലത്തൊരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയത്. പക്ഷേ നമുക്ക് ഇവരെ കൈവിടാൻ ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളെ കൂടെ പിറപ്പുകളായി വരും, കുറേ ദിവസമായില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ആ ശാശ്വതമായ പരിഹാരത്തിന് ഇപ്പോഴും പുതിയ ചെയർമാൻ എത്തിയിട്ടുണ്ട്, ചെയർപേഴ്സൺ വന്നിട്ടുണ്ട്, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഇതിൻ്റെ അജണ്ടയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ശാശ്വതമായ ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കി തരും. പുതിയ ചെയർപേഴ്സൺ അതിന് പറ്റിയ ഒരാളാണെന്നുള്ള കൂടി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ് അല്ലേ? അനുദിനം വളരുന്ന വലിയൊരു ടൗണാണ് തിരൂർ നഗരം, നമുക്കറിയാം. പക്ഷേ KSRTC ബസ് ഒരുപാടുണ്ടെങ്കിലും തിരൂരിൽ നിന്ന് പോകുന്ന ഒരേ ഒരു ബസ് ഇത് മാത്രമാണ് ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ KSRTCയുടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസാണ് ചേംബർ ഓഫ് കൊമേഴ്സാണ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ചേർന്ന് ഞങ്ങൾ നഗരത്തിലെ ഒരു സംവിധാനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇവർക്ക് ഇപ്പോൾ KSRTC ബസ് ഒരുപാട് തിരൂർ വരുന്നുണ്ടെങ്കിലും ഇവർക്ക് വിശ്രമിക്കാനുള്ള ഒരു മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ശാശ്വതമായിട്ട് അതിൻ്റെ കൂടെ അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഹരിപ്പാടുന്നും മൈസൂരിലേക്കൊക്കെ തിരൂരിൽ നിന്ന് ട്രിപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രഷ് ആവാൻ റീഫ്രഷ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി അതിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ അവർക്കത് വലിയൊരു ഉപകാരമായി വരും. കാരണം KSRTC ഒക്കെ ലാഭത്തിലോടുന്ന സമയമാണ്. അപ്പം മന്ത്രിയുടെ ശ്രദ്ധയിലും കൂടി ഞങ്ങളത് ഉൾപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഒരു ട്രിപ്പ് കിട്ടാനുള്ള പ്രയാസം അറിയാം. ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കാനാണെങ്കിൽ ഒരു ബസ്സിന് സ്റ്റോപ്പ് അനുവദിക്കണം, വളരെ പ്രയാസമാണ്. കിട്ടിപ്പോയത് കൈവിട്ട് പോയാൽ പിന്നെ തിരിച്ച് കിട്ടില്ല എന്ന് പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ പിന്നെ അസൗകര്യത്തിന് നല്ലൊരു സൗകര്യം ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കാണാം. കാരണം ഇത്തരം സൗകര്യങ്ങളിൽ പോരാ, ഇവർക്ക് കൃത്യമായി നല്ലൊരു സൗകര്യം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഇവർക്കൊക്കെ കരുതലാകേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.